ഹായ് ഗായ്സ്, അപ്പോൾ ബോച്ചട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആണ്. ബോച്ചട്ടി വീട്ടിൽ എത്തുന്ന രീതിയിലുള്ള ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. ബോച്ചട്ടി ഇനി വീട്ടിൽ തന്നെ എത്തും. പുറത്ത് പോയിട്ട് ഷോറൂമിൽ തന്നെ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്നുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായി ലോഗിൻ ചെയ്യാൻ ഒന്നുമില്ല. ജസ്റ്റ് ക്രോമിൽ പോവുക, പാസ്വേഡ് OTP വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് അറിയാത്തവരാണെങ്കിൽ OTP വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്പറും പിന്നെ നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ OTP നമ്പർ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. സൈൻ ഇൻ കൊടുക്കാം. ഇവിടെ ലോഗിൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിവിടെ പാസ്വേഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തത്. അപ്പോൾ ഒരു ഓപ്ഷൻ വരും പാസ്വേഡ് സേവ് ചെയ്യണമെന്ന്. അപ്പോൾ തന്നെ സേവ് കൊടുക്കാം. കാരണം നെക്സ്റ്റ് ടൈം നമുക്ക് പാസ്വേഡ് അടിക്കേണ്ട ആവശ്യമില്ല. സേവ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആയിക്കോളും. ഇനി എനിക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാലൻസാണ്. ഇവിടെ ബാലൻസ് 200 ഉണ്ട്. അത് വിന്നിങ് ബാലൻസാണ്. അത് എനിക്ക് 2 പ്രാവശ്യമായിട്ട് ടിക്കറ്റ് കിട്ടിയപ്പോൾ, അതായത് 100 വെച്ചിട്ട് കിട്ടിയപ്പോൾ ഉള്ള ബാലൻസാണ്. ആ 200 വെച്ചിട്ടാണ് ഞാനിവിടെ ക്ലിക്ക് ഹിയർ ടു ബൈ ഇറ്റ് എന്ന് കാണിക്കുന്ന ഒരു ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വരുന്ന ഓപ്ഷൻ ഇങ്ങനെയാണ്. 100 ഗ്രാമിൻ്റെ ബോച്ചട്ടിയുടെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോം ഡെലിവറിക്കുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിക്കപ്പ് സ്റ്റോറിൽ നിന്നും ഹോം ഡെലിവറിയിൽ നിന്ന് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹോം ഡെലിവറിക്കുള്ള കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ചാർജസ് വരും. അതിന് കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് നമ്പർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബൈ നൗ കൊടുക്കുന്നുണ്ട്. ബൈ നൗ കൊടുക്കുമ്പോൾ പിക്കപ്പ് ഫ്രം സ്റ്റോർ ആണെങ്കിൽ അടുത്തുള്ള സ്റ്റോറിൽ പോവുക. ഹോം ഡെലിവറി ആണെങ്കിൽ ഹോം ഡെലിവറി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1, 2, 3 എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചായപ്പൊടി ഇവിടെ കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കൊടുത്തിട്ടുണ്ട്. ഹോം ഡെലിവറി എന്ന് കൊടുത്തു. ബൈ നൗ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഡെലിവർ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുൾ അഡ്രസ്സ് ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മൈ പ്രൊഫൈൽ എന്ന സെക്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്താൽ പ്രൊഫൈൽ അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. അങ്ങനെ കാണിച്ചാൽ മാത്രമേ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ വീണ്ടും അവിടെ തന്നെ ലിങ്കിൽ വന്നു. വീണ്ടും ഹോം ഡെലിവറി കൊടുത്തു. ബൈ നൗ കൊടുത്തു. ആ ഒരു സമയത്ത് നമുക്ക് പുതിയൊരു മെസ്സേജ് വരും. അതായത് ഓർഡർ സക്സസ്ഫുള്ളി എന്ന്, അതായത് ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി. ഇനി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കോളും. അതുകൊണ്ട് നെക്സ്റ്റ് ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു മെസ്സേജാണ്. അതായത് ഞാൻ ഈ ഒരു ചായപ്പൊടി ഓർഡർ ചെയ്തപ്പോൾ വന്ന നമ്മുടെ ടിക്കറ്റ് നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പേര് കൊടുത്തിട്ടുണ്ട്. എത്രാമത്തെ ഡ്രോ ID എന്നും കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടിക്കറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഇത് റിസൾട്ട്, ഇപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈ ടിക്കറ്റിൽ പോവാം. അവിടെ റിസൾട്ട് അവൈറ്റിങ്ങിൻ്റെ അടുത്ത് നമ്മുടെ ടിക്കറ്റ് നമ്പർ കിട്ടും. പലർക്കും പല സംശയമുണ്ട്, നമുക്ക് ടിക്കറ്റ് നമ്പർ കിട്ടില്ല, മെസ്സേജ് വന്നില്ല എന്നൊക്കെ. ഇവിടെ മൈ ടിക്കറ്റിനടുത്ത് പോയാൽ മതി. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇൻവോയ്സ് അടക്കം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു PDF ഡൗൺലോഡായി കഴിയും. ആ ഒരു ഡൗൺലോഡിൻ്റെ അകത്ത്, അതായത് PDF-ൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹോം ഡെലിവറിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ GST എത്ര, ആ ഒരു പ്രൈസ് എത്രയാ, പിന്നെ GST എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 40 രൂപയാണ്. അപ്പോൾ ആ ഒരു ഇൻവോയ്സിൻ്റെ അകത്ത് പോയാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ആ ഒരു ടിക്കറ്റ് നമ്പർ ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ 11 മണി കഴിയണം എന്തായാലും. അപ്പോൾ ആ നമ്പർ ഞാനിവിടെ സെർച്ചിൽ കൊടുക്കുകയാണ്. സെർച്ചിൽ കൊടുത്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ഓപ്പൺ എന്ന് കാണിക്കാൻ കാരണം ഇപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ വിന്നായോ അല്ലെങ്കിൽ വിന്നായില്ലേ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റൂ. അതിന് ഇപ്പോൾ ആ ഒരു ഓപ്പൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ടിക്കറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്നും എത്രാമത്തെ ഡ്രോ ID എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള ബാലൻസാണ്. 200 രൂപയിൽ നിന്ന് 40 രൂപ കട്ട് ചെയ്തു. ബാക്കി 160 രൂപ എൻ്റെ ബാലൻസിനകത്തുണ്ട്. പിന്നെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവാം. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ബോച്ചട്ടിയുടെ ആപ്പിനെ കുറിച്ചിട്ടാണ്. ആപ്പ് വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിൽ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സൈറ്റിൽ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ആപ്പ് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും. ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ താഴെ കാണിക്കും ഇൻസ്റ്റാളിങ് ബോച്ചട്ടി. അതായത് ബോച്ചട്ടിയുടെ ഒരു ആപ്പിൻ്റെ ഒരു സംഭവം സ്ക്രീനിൽ ഷോർട്ട് കട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വേണമെന്നുള്ളവർ അവിടെ തന്നെ ഈ ഒരു ബോച്ചട്ടിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അപ്പോൾ ക്രോമിലൊന്നും പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.